ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുന്നു. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 20. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. പരിശുദ്ധ പിതാവേ, ഇന്നത്തെ രാത്രി അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ വീണ്ടും അടുത്തു വന്നിരിക്കുക. പാടി അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ വീണ്ടും ഒരു അവസരം അവിടുത്തെ ജനമാത് ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പാകെ ഇന്നത്തെ രാത്രി ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ വായിച്ചു കേട്ട ശ്രേഷ്ഠമേറിയ ഈ ദൈവവചനത്തിൻ്റെ ആഴമേറിയ അർത്ഥങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല, ഞങ്ങൾ ഗ്രഹിക്കുക മാത്രമല്ല, ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശ്രേഷ്ഠമേറിയ മഹത്വമേറിയ ദൈവീക ആലോചനകളെ അങ്ങ് എഴുതി തരുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതലുള്ള ഞങ്ങളുടെ ജീവിതം കർത്താവേ, ഈ വചനത്തെ അനുസരിച്ചതിൻ്റെ പ്രതിഫലനമായി മാറുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ട് സകലത്തിലും പിതാവിനെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രൻ മുഖാന്തരം തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. നമ്മൾ വായിച്ചു കേട്ട ഈ വചനഭാഗം എല്ലാവർക്കും സുപരിചിതമാണ്. ഇത് കർത്താവിൻ്റെ അത്താഴവുമായി അനുബന്ധമായിരിക്കുന്ന ഒരു വചനഭാഗമാണ്. കർത്താവ് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി എൻ്റെ ശരീരമാണിത് എന്ന് പറഞ്ഞ് ശിഷ്യന്മാർക്ക് കൊടുത്തു. അതിന് ശേഷം അവരപ്പം നുറുക്കി ഭക്ഷിച്ചതിന് ശേഷം കർത്താവ് പാനപാത്രം എടുത്ത് ശിഷ്യന്മാർക്ക് പ്രാർത്ഥിച്ച് വാഴ്ത്തി പകർന്നു കൊടുക്കുന്ന ഭാഗമാണ് ഈ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. സഹോദരങ്ങളെ, അപ്പം ഭക്ഷിച്ചതിന് ശേഷം കർത്താവ് കൊടുത്ത ഒരു ലഘുപാനീയമല്ല ഇവിടെ കാണുന്ന ഈ പാനപാത്രം. ലഘുപാനീയത്തിനപ്പുറമായി ശ്രേഷ്ഠമേറിയ ദൈവവചന സത്യങ്ങൾ ഈ വചനഭാഗത്ത് നമുക്ക് കാണുവാനായിട്ടുണ്ട്. കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വർഷമാണ്. ഏതാണ്ട് 33.5 വർഷം കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കഴിഞ്ഞ 33 വർഷവും കർത്താവ് പെസഹ ആചരിച്ചു. പെസഹ ആചരിക്കുക എന്ന് പറയുന്നത് ഇസ്രായേലിന് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനയുടെ ഭാഗമാണ്, ദൈവിക ആലോചനയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഇസ്രായേലിലും കർത്താവിൻ്റെ പെസഹ ആചരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കാം. ശിഷ്യന്മാരൊരിക്കൽ കർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഗുരു, നമ്മൾ പെസഹ ആചരിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെസഹ ആചരണം എന്ന് പറയുന്നത് ദൈവകൽപ്പനയുടെ ഭാഗമാണ്. ന്യായപ്രമാണത്തിൽ എല്ലാ ഇസ്രായേലിനും അനുഷ്ഠിക്കേണ്ട കർമ്മത്തിലൊന്നാണ്. ഇവിടെ കർത്താവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ അവസാനത്തെ പെസഹയാണിത്. നമ്മൾ ഇതിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. കഴിഞ്ഞ 32 പ്രാവശ്യം തൻ്റെ ജീവിതത്തിൽ താൻ പെസഹ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, 32 വർഷം എന്ന് പറയാനൊക്കത്തില്ല, 12 വർഷത്തിന് ശേഷം. അപ്പോൾ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് കർത്താവ് പെസഹ ആചരിച്ചിട്ടുണ്ട്. തൻ്റെ കുടുംബവുമായി ചേർന്ന്, തൻ്റെ സഹോദരങ്ങളുമായി ചേർന്ന് പെസഹ ആചരിച്ചിട്ടുണ്ടെങ്കിലും ഈ പെസഹയിൽ ഒരു പ്രത്യേകതയുണ്ട്. അല്ലെ, ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷം കർത്താവിനോട് കൂടെ ഇരുന്നു, പെസഹ ആചരിച്ചു. എന്നാൽ ഈ 3-ാം വർഷം ഈ ആചരിക്കുന്ന പെസഹയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്നാണെന്നറിയാമോ? ഇതൊരു നിയമം സ്ഥാപിക്കുന്ന പെസഹയാണ്. പുതിയ നിയമം, എ ന്യൂ കവനന്റ്. ഈ കഴിഞ്ഞ പെസഹകളിലൊക്കെയും ദൈവത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ കൽപ്പനകൾ അവരനുസരിച്ചുവെങ്കിൽ ഇവിടെ ഒരു പുതിയ നിയമം കർത്താവ് സ്ഥാപിതമാക്കുകയാണ്. We know that Jesus Christ's sacrifice is a new covenant, a deeper,
eternal relationship with God built on grace, not on law. ഇവിടെ ഒരു പുതിയ നിയമം ദൈവം ക്രിസ്തു സ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പുതിയ നിയമത്തിന് അടിത്തറയിടുകയാണ്, അടിസ്ഥാനം അവിടുന്ന് ഇടുകയാണ്. വളരെ ഡീപ്പറായിരിക്കുന്ന, ആഴമേറിയ ഒരു നിത്യമായിരിക്കുന്ന ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക്. അത് മാത്രമല്ല, ഇത്രയും നാളും ദൈവവുമായിട്ടുള്ള ബന്ധം ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ ന്യായപ്രമാണത്തെ വിട്ട് പുതിയൊരു ഉടമ്പടിയിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ അത് കൃപയുടെ ഉടമ്പടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. This was not a simple drink. It is a sealing of a divine contract with the Savior's blood. ക്രിസ്തുവിൻ്റെ, കർത്താവായ ക്രിസ്തുവേശുവിൻ്റെ, രക്ഷിതാവിൻ്റെ രക്തം കൊണ്ട് ഉടമ്പടി സ്ഥാപിക്കുന്നതായിട്ടുള്ള മനോഹരമായ ഒരു അനുഭവം സഹോദരങ്ങളെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്താണ് പെസഹ പെരുന്നാളിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞാട് അറുക്കപ്പെടുന്ന ദിവസമാണ് പെസഹ. ഇസ്രയേലിന് വേണ്ടി, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി. നമുക്കറിയാം, ഇസ്രായേലിന്റെ അടിമത്വത്തിൽ നിന്ന് ഇസ്രയേൽ ജനത്തെ കർത്താവ് വിടുവിക്കുന്നത് നമുക്കറിയാം ഒരു പെസഹയുടെ അനുഭവത്തിലൂടെയാണ്. സംഹാരദൂതൻ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പെസഹ കുഞ്ഞാടിന്റെ രക്തം അവരുടെ ഡോർ പോസ്റ്റിലേക്ക്, അവരുടെ കട്ടിളമേലും കുറുപ്പടിമേലും അവർ താമസിച്ചിരുന്നിടത്തൊക്കെയും പുരട്ടിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും പഴയ നിയമത്തിന്റെ പേജുകൾ പഠിക്കുമ്പോൾ. അതിലൂടെ ശ്രേഷ്ഠമേറിയ ഒരു പാലായനം, ഒരു പുറപ്പാട്, ദേശത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, വാഗ്ദത്ത ദേശത്തിലേക്ക് ദൈവജനത്തെ പുറപ്പെടുവിക്കുന്ന ഒരു രാത്രി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതിന്റെ ഓർമ്മയാണ് എല്ലാ വർഷവും അവർ പെസഹയെ ആചരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പെസഹ എന്ന് പറയുമ്പോൾ അവർക്കൊരു ആടിനെ ഓർമ്മ വരും, ഒരു കുഞ്ഞാടിനെ ഓർമ്മ വരും. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ബലി കഴിച്ച ഒരു കുഞ്ഞാട്, അതാണ് പെസഹയെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് മറ്റൊരു കുഞ്ഞാടിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുവാൻ പോകുന്ന ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന, ഹല്ലേലൂയ. അതായത് കർത്താവ് അവർക്ക് വേണ്ടി മരിക്കുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ ശിഷ്യന്മാരിൽ എത്ര പേർക്കത് മനസ്സിലായി എന്നുള്ളത് നമുക്കറിയില്ല. പിറ്റേ ദിവസം, ഹല്ലേലൂയ, കർത്താവ് അവർക്ക് വേണ്ടി മരിക്കുവാനായിട്ട് പോവുകയാണ്, ക്രൂശിലേക്ക് കടന്നു പോവുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണമേ. പഴയ നിയമത്തിലെ പെസഹ എന്ന് പറയുന്നത് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്, പ്രമാണത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവവും ഇസ്രായേലുമായിട്ടുള്ള ഒരു ബന്ധമല്ല, ദൈവവും മാനവരാശി മുഴുവനുമായിട്ടുള്ള ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേലിന് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം പെസഹ മുഖാന്തരമായി തീർന്നതുപോലെ കർത്താവിന്റെ ഈ പുതിയ പെസഹ, അല്ലെങ്കിൽ കർത്താവ് ഒരുക്കുന്ന ഈ പുതിയ നിയമം എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവനും ദൈവത്തിങ്കലേക്ക് കടന്നു വരുവാനുള്ള ഒരു വലിയ ഉടമ്പടിയുടെ അടയാളമായി തീരുകയാണ്. A new relationship between God and humanity through the life, death and resurrection of Jesus Christ. കർത്താവിന്റെ ജീവിതത്തിലൂടെ, കർത്താവിന്റെ മരണത്തിലൂടെ, കർത്താവിന്റെ പുനരുത്ഥാനത്തിലൂടെ മാനവരാശി മുഴുവനും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവമാണ് ഈ പുതിയ നിയമം എന്ന് പറയുന്നത്. പഴയ നിയമം എന്ന് പറയുന്നത് ഒരു കൂട്ടം ജനത്തിനു വേണ്ടി മാത്രം ദൈവം കൊടുത്തു. ഹല്ലേലൂയ. അവരുടെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം ആ പിതാക്കന്മാരിലൂടെ, ഗോത്രപിതാക്കന്മാരിലൂടെ മക്കളിലേക്ക് കടന്നു വന്നു. അങ്ങനെ അവർക്ക് വേണ്ടി സ്ഥാപിതമായ ന്യായപ്രമാണം അവരനുസരിക്കുന്നത് മൂലം, ആ കുടുംബത്തിൽ, ആ ഗോത്രത്തിൽ അവർ ജനിച്ചത് മൂലം ദൈവവുമായി ഒരു നിത്യബന്ധം, ഒരു നിത്യ ഉടമ്പടി അവർക്കുണ്ടായി. ആ ഉടമ്പടി എന്താണെന്ന് ചോദിച്ചാൽ ന്യായപ്രമാണമാണ്. ആ ന്യായപ്രമാണം അനുസരിക്കുക, അനുഷ്ഠിക്കുക. നിങ്ങൾ ലോകത്തിലുള്ളവരല്ല, ലോകക്കാരിൽ നിന്ന്, ജാതികളിൽ നിന്നൊക്കെ നിങ്ങളെ തിരഞ്ഞെടുത്ത് എൻ്റെ ജനമാക്കി ഞാൻ നിങ്ങളെ മാറ്റി. ഞാൻ നിങ്ങൾക്കൊരു ന്യായപ്രമാണം തരികയാണ്, ഒരു പ്രമാണം തരികയാണ്, ഒരു ഉടമ്പടി തരികയാണ്. നിങ്ങൾ ആ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണം. അതായിരുന്നു പഴയ നിയമം. ഉടമ്പടി ലംഘിച്ചാൽ ദൈവസന്നിധിയിൽ നിന്ന് ശിക്ഷയാണ്. ഉടമ്പടി ലംഘിച്ചാൽ അവർ പുറത്തായി പോകും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ, ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ ഒരു പുതിയ ഉടമ്പടി ദൈവം ഇസ്രായേലുമായിട്ട് മാത്രമല്ല ലോകത്തിന് മുഴുവനുമായിട്ട് ദൈവം ഒരു ഉടമ്പടി കൊടുക്കുകയാണ്. ആര് ഈ ഉടമ്പടിയിലേക്ക് കടന്നു വന്ന്, ക്രിസ്തുവിലൂടെ കടന്നു വന്ന് തൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നുവോ അവരെയൊക്കെയും തൻ്റെ മക്കളായി സ്വീകരിക്കാമെന്നുള്ള ഉടമ്പടി. നമുക്കറിയാം,
ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തില് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അതായത് ദൂതൻ കടന്നു വന്ന്, നമുക്കറിയാം ഇടയന്മാരോട് പറയുന്നത് എന്താണെന്നറിയാം, ഐ ബ്രിങ് യു ഗുഡ് ടൈഡിങ്സ് concerning a great joy which is for all the world, which is for all men in the world. ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി വരുവാനുള്ള ഒരു മഹാസന്തോഷമാണ് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അന്ന് വരെ അത് സംഭവിച്ചിട്ടില്ല. അന്ന് വരെ ദൈവം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ദൈവമാണ്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഈ ലോകത്തിലെ സർവ്വജനത്തിനും വേണ്ടിയുള്ള ഒരു സന്തോഷമല്ല ദൈവത്തിൽ നിന്നുള്ളതെന്ന് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഏവനും, അത് ഇസ്രായേലിനായിക്കൊള്ളട്ടെ, യഹൂദനായിക്കൊള്ളട്ടെ, ശമരിയക്കാരനായിക്കൊള്ളട്ടെ, യവനക്കാരൻ, ഗ്രീക്കുകാരനായിക്കൊള്ളട്ടെ, റോമൻസ് ആയിക്കൊള്ളട്ടെ, ലോകത്തിന്റെ ഏത് കോണിൽ, ഏത് ഗോത്രത്തിൽ, ഏത് വംശത്തിൽ, ഏത് ജാതിയിൽ, ഏത് സംസ്കാരത്തിലുമുള്ളവരുമായിക്കൊള്ളട്ടെ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവന് ദൈവത്തോടു കൂടിയുള്ള നിത്യജീവനുണ്ട്. അതാ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. For God so loved the world that he gave his only begotten son, that whosoever believes in him should not perish but have eternal life. ഹല്ലേലൂയ. ഇതാണ് ഒരു പുതിയ നിയമം എന്ന് പറയുന്നത്. ഇതാണ് പുതിയ ഒരു ഉടമ്പടി എന്ന് പറയുന്നത്. കർത്താവ് ഈ പാനപാത്രം കയ്യിലേക്ക് എടുത്തു കൊടുത്തിട്ട് ഒരു പബ്ലിക് ഒരു ഡിക്ലറേഷൻ നടത്തുകയാണ്. അവിടെ കൂടിയിരുന്ന തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇത് ഈ പാനപാത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അപ്പം കഴിച്ചതിന് ശേഷം, പെസഹാപ്പം കഴിച്ചതിന് ശേഷം കുടിച്ചിട്ടുള്ള പാനപാത്രമല്ല. ഈ പാനപാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നു മുതൽ ഹല്ലേലൂയ നിയമം മാറുകയാണ്. ഇന്ന് മുതൽ നിയമം മാറുകയാണ്. കർത്താവ് ഭൂമിയിലേക്ക് എന്തിന് കടന്നു വന്നുവോ ആ നിയമം സ്ഥാപിതമാക്കുന്ന ശുശ്രൂഷയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എത്ര പേര് ആ ആഴത്തിൽ ആ ശുശ്രൂഷയെ കണ്ടു? നമുക്ക് എത്ര പേർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു? കർത്താവ് കഴിഞ്ഞ 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. ഒരു കുഞ്ഞായി ജനിച്ച് ടീനേജ് കഴിഞ്ഞ് 20s 30s ആ വർഷങ്ങളിലൊക്കെയും താൻ ജീവിച്ചു വന്നു. താൻ ശുശ്രൂഷകൾ ചെയ്തു. ഈ ശുശ്രൂഷയുടെ അവസാനത്തിൽ താൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നുവോ ആ ആഗമനോദ്ദേശം അവിടെ നിവർത്തിക്കുകയാണ്. കാരണം ഇന്നു മുതൽ ഒരു പുതിയ നിയമം ലോകത്തോട് ദൈവം സ്ഥാപിക്കുവാനായിട്ട് പോകുന്നു. മാനവ രാശിയിലേക്ക് ദൈവം കൊടുക്കുവാനായിട്ട് പോകുന്നു. എ ന്യൂ കവനന്റ് മീൻസ് ഉടമ്പടി അല്ലെങ്കിൽ നിയമം. A new covenant between God and humanity. Hallelujah. Public declaration. എല്ലാവരുടെയും മുന്നിൽ തന്നെ ഇത് ഡിക്ലെയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുവാൻ പോകുന്ന എൻ്റെ രക്തമാണ്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, കർത്താവിൻ്റെ മേശയിൽ ഈ അപ്പവും ഈ വീഞ്ഞും നമ്മൾ വാഴ്ത്തി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഈ അപ്പം നമ്മൾ നുറുക്കി പാനപാത്രത്തിന്റെ ഓഹരിക്കാരായി തീരുമ്പോൾ എപ്പോഴും ഓർക്കുക, ദൈവം മനുഷ്യനോട് ചെയ്ത ആ ഉടമ്പടിയുടെ ഓർമ്മയാണ് നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉടമ്പടിയിലൂടെയാണ് നാം കർത്താവിന്റെ മക്കളായി തീർന്നത്. ആ ഉടമ്പടിയോടുകൂടിയാണ് ശ്രേഷ്ഠമേറിയ ഈ ദൈവിക അനുഭവത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും കടന്നു വരുവാൻ കഴിഞ്ഞത് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ രക്തം എൻ്റെ പാപങ്ങളെ മുഴുവനും കഴുകി ശുദ്ധീകരിച്ചു. എന്നെ ദൈവ പൈതലാക്കി തീർത്തു. ഒരു യോഗ്യതയില്ലാതെ, ജന്മം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ പാരമ്പര്യങ്ങൾ കൊണ്ടോ ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന ഞാൻ അബ്രഹാമിന്റെ ഗോത്രത്തിൽ, അബ്രഹാമിന്റെയോ ഇസ്ഹാക്കിന്റെയോ യാക്കോബിന്റെയോ അവരുടെ സന്തതി പരമ്പരകളുടെയോ ഗോത്രങ്ങളിൽ ജനിച്ച വ്യക്തിയല്ല. ഞാൻ ഇസ്രായേലിൽ ജനിച്ച വ്യക്തിയല്ല. ഞാൻ പാലസ്തീനിൽ ജനിച്ച വ്യക്തിയല്ല. ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ആരും അറിയാത്തടത്ത് ഏതോ മാതാപിതാക്കൾക്ക് വേണ്ടി ജനിച്ച ഞാൻ ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് ന്യായപ്രമാണം മൂലം കടന്നു വരുവാൻ കഴിയാതിരുന്ന എന്നെ കർത്താവ് തന്റെ പുത്രന്റെ രക്തത്തിലൂടെ തന്ന പുതിയ ഉടമ്പടിയിലൂടെ സ്വന്തം മകളാക്കി തീർത്തു. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എ പ്രോമിസ് സീൽഡ് നോട്ട് വിത്ത് ഇങ്ക് ബട്ട് വിത്ത് ഹിസ് ഓൺ ബ്ലഡ്. നമുക്കറിയാം എല്ലാ ഉടമ്പടികളും എഴുതപ്പെടുന്നത് മഷി കൊണ്ടാണ്. Every contract every covenant that is written with ink. But here you see, when God wrote a covenant with humanity, he wrote it with his own blood.
ഹല്ലേലൂയ. ദൈവം മാനവരാശിക്ക് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ഒരു ഉടമ്പടി ഉണ്ടാക്കിയപ്പോൾ ആ ഉടമ്പടി എഴുതിയത് മനുഷ്യനുണ്ടാക്കിയ മഷി കൊണ്ടല്ല, പിന്നെയോ തൻ്റെ പുത്രന്റെ രക്തം കൊണ്ടാണ് എഴുതിയത്. തൻ്റെ പുത്രന്റെ രക്തം കൊണ്ട് അതിനെ ഉറപ്പിക്കുകയായിരുന്നു. That would never change. The covenant between you and God will never change because it is been sealed by the blood of his own son. ഹല്ലേലൂയ. എത്ര ഉറപ്പാതെന്നറിയാം നമുക്ക്. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, ശ്രേഷ്ഠമേറിയ ഭാഗ്യത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവന്ന അനുഭവം, it would never ever change because it is an eternal covenant between me and God. ഇവിടെ പറയുന്ന നിങ്ങൾക്ക് വേണ്ടി, it is shed for you, നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി, it is an individual relationship. I'll come down in a moment. We will come to that point. ഒരു ചില മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ആ പോയിന്റിലേക്ക് വരും. It is not for, though it is done for the global, it is done for the universal salvation. ഈ ലോകത്തിന്റെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ തന്നെയും when it comes to me, എന്നിലേക്ക്, എൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, it is for me and God, ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം. Hallelujah. I tell you, my brother, my sister, Old Testament relationship was through sacrifice, rituals and commandments. പഴയ നിയമത്തിലെ റിലേഷൻഷിപ്പ്, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തെന്ന് ചോദിച്ചാൽ സാക്രിഫൈസസിലൂടെ, യാഗങ്ങളിലൂടെയാണ്. റിച്വൽസ് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിലൂടെയായിരുന്നു. കമാൻഡ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കൽപ്പനകളിലൂടെയായിരുന്നു. ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അവൻ വെളിപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുമായിരുന്നു. ദൈവസന്നിധിയിൽ ചില കർമ്മങ്ങൾ അവൻ ചെയ്യുമായിരുന്നു. അവിടെ പുരോഹിതന്മാരുണ്ടായിരുന്നു. പുരോഹിതന്മാര് അവർ പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ പ്രകാരം അല്ലെങ്കിൽ ന്യായപ്രമാണ പ്രകാരം അവർ ചില അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുമായിരുന്നു. അത് മാത്രമല്ല, ദൈവത്തെ ഒന്ന് സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അവന്റെ കൽപ്പനകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമായിരുന്നു. But it was not out of love. Remember, സ്നേഹം കൊണ്ടല്ല, because it was obligatory, obligation കൊണ്ടാണ്. ഹല്ലേലൂയ. അവർ നിർബന്ധിതരായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ അവർ നിർബന്ധിതരായിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, കൽപ്പന ഒരു വ്യക്തി ലംഘിക്കുകയാണെങ്കിൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലും. അപ്പോൾ അന്നത്തെ പഴയ നിയമത്തിലെ ഒരു സാധാരണക്കാരനായ മനുഷ്യനോട് ചോദിക്കുക, നീ എന്തിനാ ഈ കൽപ്പനകളൊക്കെ അനുസരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ പെട്ടെന്ന് പറയുന്ന ഉത്തരം, ഈ കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിൽ എന്നെ കൊല്ലും. നിങ്ങൾക്ക് മനസ്സിലായോ സഹോദര സഹോദരി? ഗോഡ്സ് ലവ്, ലവിങ് ഗാഡ്, അല്ലെങ്കിൽ their relationship was obligatory. They were obliged. They were compelled. They were forced because they were born in the Jewish community. യഹൂദ മതത്തിൽ, യഹൂദ പാരമ്പര്യത്തിൽ, യഹൂദ ഗോത്രത്തിൽ അവർ ജനിച്ചത് കൊണ്ട് ആ ജന്മം അവരുടെ മേലെ ഒരു ബാധ്യതയായി തീർന്നു. അവർ ദൈവത്തെ സ്നേഹിച്ചത്, ദൈവത്തിന്റെ പിന്നാലെ പോയത്, ദൈവം പറഞ്ഞത് അനുസരിച്ചത് ഉള്ളിൽ നിന്ന് വന്ന സ്നേഹം കൊണ്ടല്ല, പിന്നെയോ നിർബന്ധം കൊണ്ടാണ്. കാരണം ന്യായപ്രമാണം അവർക്ക് നിർബന്ധമായി അവരുടെ മേൽ കിടന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴോ നമ്മൾ നിർബന്ധം കൊണ്ടാണോ കർത്താവിനെ സ്നേഹിക്കുന്നത്? വി സെർവ് ഗോഡ് ഔട്ട് ഓഫ് ലവ്. നിങ്ങൾക്കറിയാമോ, പുതിയ നിയമത്തിലെ എത്ര വിശ്വാസികൾക്ക് ദൈവവചനത്തിലെ കൽപ്പനകളെല്ലാം അറിയാം? നമ്മുടെയൊക്കെ ചെറുപ്പകാലം മുതൽ നമുക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അന്നായാലും ഇന്നായാലും അവർക്കറിയാം, ഒരു കുഞ്ഞ് വായിക്കുവാനും എഴുതാനും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ന്യായപ്രമാണം ആ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ തന്നെ വള്ളി വിടാതെ പഠിപ്പിക്കുമായിരുന്നു. ന്യായപ്രമാണവും നിയമങ്ങളും എല്ലാം പഠിപ്പിക്കുമായിരുന്നു. നമുക്കറിയാം, ഒരു ശരാശരി ദൈവ പൈതലിനെ ഇന്നത്തെ ഈ പുതിയ, അല്ലെങ്കിൽ നമ്മുടെ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവസഭയുടെ മധ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് കൽപ്പനകൾ അറിയാം ദൈവവചനത്തിലെ? പക്ഷേ ദൈവവചനത്തിൽ വായിക്കാനും എഴുതുവാനും അറിയാത്ത എത്രയോ ഭക്തന്മാരായ മനുഷ്യര് ദൈവസഭയുടെ മധ്യത്തിലുണ്ട്. അവർ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ഇല്ലേ? കർത്താവിന് വേണ്ടി മരിക്കാൻ അവർ തയ്യാറാകുന്നില്ലേ? കർത്താവിന് വേണ്ടി സകലതും ഉപേക്ഷിച്ചിറങ്ങിയിട്ടില്ലേ? They were willing to forsake anything for the Lord, though they couldn't write or read. Some of them don't have even Bible in his own language, their own language. അവരുടെ ഭാഷകളിൽ പോലും പലർക്കും ബൈബിൾ കിട്ടിയിട്ടില്ല. എങ്കിലും അവർ കർത്താവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ വ്യത്യാസം, നിയമത്തിന്റെ വ്യത്യാസം? We serve God, we love God. Our relationship is based on love, not on commandment.
So when we look into this thing, ഈ വചനം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ദിസ് ഇസ് എ റാഡിക്കൽ ഷിഫ്റ്റ് ഫ്രം ലോ ടു ഗ്രേസ്, ഫ്രം വർക്ക് ടു ഫെയ്ത്ത് ആൻഡ് ഫ്രം ഡിസ്റ്റൻസ് ടു ഇന്റിമസി. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, പഴയ നിയമത്തിലെ പോലെയല്ല. പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഗ്രേസ് എന്ന് പറഞ്ഞാൽ കൃപ, ഒരു പുതിയ ബന്ധം വന്നു. പഴയ നിയമത്തിൽ എല്ലാവരും അത്യുന്നതനായ ദൈവത്തെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ദൂരെ നിന്നു. എന്നാൽ ഇന്ന് അപ്പ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് പിന്നെ മടിയിലിരിക്കുവാൻ തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യം സ്വർഗം തന്നു. അതാ ഗ്രേസ്. ഗ്രേസ് എന്ന് പറഞ്ഞാൽ കൈൻഡ്നെസ് ഫ്രം ഗോഡ്, ഫേവർ ഫ്രം ഗോഡ്, ക്ലോസ്നെസ് ടു ഗോഡ്. കർത്താവിനോട് അടുത്തിരിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. എന്നാൽ പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ എത്ര വലിയവനായ ഇസ്രായേലിനായാലും ശരി, യഹൂദനായാലും ശരി, അവൻ അകലെ നിന്നുകൊണ്ട് മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പറ്റൂ. തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാർക്കല്ലാതെ ആ പുരോഹിതന്മാർക്ക് പോലും ഒരു ദൂരത്ത് മാത്രമേ വന്നത്, ഒരു അകലം വിട്ട് ഒരു അകലത്തിൽ മാത്രമേ ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ കഴിയുമായിരുന്നുള്ളൂ. അവിടെ ഒരു വലിയ അകലമുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അകലമില്ല, നാം ദൈവത്തോട് ചേർന്ന് വസിക്കുക. ഞാൻ ഇവിടെ താഴേക്ക് പോകുമ്പോൾ ആ പോയിന്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്തിനാണ് ഇന്നത്തെ രാത്രി ഈ മെസ്സേജ് കേൾക്കുന്നതെന്ന് അറിയാമോ? ഈ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഈ ഉടമ്പടി മാറിയെന്ന് നമുക്ക് പലർക്കും അറിയത്തില്ല. നമ്മൾ പലരും ദൈവത്തെ അറിയേണ്ടത് വണ്ണം അറിഞ്ഞിട്ടില്ല. നാമും ദൈവവും ചെയ്തിരിക്കുന്ന ഉടമ്പടി എന്താണ്, നാമും ദൈവവും ചെയ്തിരിക്കുന്ന നിയമം എന്താണെന്ന് അറിയാതെയാണ് നമ്മളിൽ പലരും ദൈവത്തെ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും. പ്രൈസ് ഗോഡ്. അടുത്തിരിക്കേണ്ട നമ്മൾ, അവിടുത്തോട് ചേർന്നിരിക്കേണ്ട നമ്മൾ, അവിടുത്തെ പുൽകി അവിടുത്തെ ഹഗ് ചെയ്ത് ജീവിക്കേണ്ട നമ്മൾ ഇന്നും ഒരകലം വിട്ട് നിൽക്കുകയാണ്. കർത്താവിനോട് അടുക്കുവാൻ ഭയപ്പെട്ട് നമ്മൾ മാറി നിൽക്കുകയാണ്. അല്ലെങ്കിൽ പുതിയ നിയമവിശ്വാസികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ചിന്താഗതികൾ പലപ്പോഴും പഴയ നിയമവിശ്വാസികളുടേതാണ്. അതുകൊണ്ട് എന്താ പറ്റുന്നതെന്നറിയാമോ? പുതിയ നിയമത്തിൽ നമുക്ക് കൽപ്പിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. പുതിയ നിയമത്തിൽ കർത്താവ് കൽപ്പിച്ചു തന്നിരിക്കുന്ന സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ആ കർത്താവിനോട് ചേർന്നുള്ള ആ ജീവിതം നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രിയിലെ ഈ മെസ്സേജ് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ശ്രേഷ്ഠമേറിയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ, ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഹല്ലേലൂയ. നമുക്കറിയാം, പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും രക്തത്തിലൂടെയാണ്, only through blood. You know, the covenant is fixed and covenant is agreed through blood. ഇബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ, ബുക്ക് ഓഫ് ഹീബ്രൂസ് 9:22, അവിടെ പറയുന്നു, ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. വിത്തൗട്ട് ഷെഡിങ് ഓഫ് ബ്ലഡ് ഈസ് നോ റെമിഷൻ. റെമിഷൻ ഓഫ് സിൻ എന്ന് പറഞ്ഞാൽ അത് പഴയ നിയമവിശ്വാസികൾക്കായാലും പുതിയ നിയമവിശ്വാസികൾക്കായാലും ഒരുപോലെ ബാധകമാണ്. പാപവിമോചനം. ദൈവസന്നിധിയിലേക്ക് പാപവുമായിട്ട് ഒരു വ്യക്തിക്കും കടന്നു വരുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ദൈവത്തോട് ബന്ധം വരണമെങ്കിൽ, ദൈവത്തോട് അടുത്ത് വരണമെങ്കിൽ, ദൈവത്തിന്റെ ഫേവർ, കരുണ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാപമോചനം ഉണ്ടായേ പറ്റൂ. അത് പഴയ നിയമമായാലും ശരി, പുതിയ നിയമമായാലും ശരി. പഴയ നിയമത്തിൽ അതിന് മനുഷ്യന് ദൈവം കൊടുത്ത കൽപ്പനയാണ് എന്ത്? അവന് വേണ്ടി യാഗം അർപ്പിക്കപ്പെടണം. പാപം ചെയ്യുന്ന വ്യക്തി ദൈവസന്നിധിയിലേക്ക് ഒരു യാഗമൃഗവുമായി കടന്നു വന്ന് താൻ മരിക്കേണ്ടതിന് പകരം ആ മൃഗത്തെ ദൈവസന്നിധിയിൽ കൊല്ലണം. എന്നിട്ട് തന്റെ രക്തം ഒഴുകുന്നതിന് പകരം ആ മൃഗത്തിന്റെ രക്തം തനിക്ക് പകരമായി യാഗപീഠത്തിന്റെ മേൽ ഒഴുക്കണം. അതായിരുന്നു പഴയ നിയമം. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിക്കുക, ഒരു മനുഷ്യന്റെ ജീവിത ആയുസ്സിൽ എത്രയോ മൃഗങ്ങൾ അവന് വേണ്ടി കൊല്ലപ്പെടും, അല്ലെങ്കിൽ എത്രയോ പക്ഷികൾ അവന് വേണ്ടി കൊല്ലപ്പെടും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രൈസ് ഗോഡ്. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ, കർത്താവ് ഈ സ്ഥാപിച്ചിരിക്കുന്ന നിയമത്തിലേക്ക് വന്നപ്പോൾ, ഇനി ഒരു മൃഗവും ഒരു മനുഷ്യന് വേണ്ടി കൊല്ലപ്പെടേണ്ട കാര്യമില്ല. കാരണം ഹല്ലേലൂയ, വൺസ് ഫോർ ഓൾ, ഒരിക്കലായിട്ട് ഏറ്റവും പരമയാഗമായി ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇനി ഒരു കുഞ്ഞാട് ഒരു മനുഷ്യന്റെ പാപത്തിനു വേണ്ടി, ഒരു മൃഗം, ഒരു കാളക്കിടാവ്, ഒരു പശുക്കിടാവ് അറുക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം ഈ ലോകത്തിന്റെ സകലത്തിന്റെയും പാപത്തിനു വേണ്ടി യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ, ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഹല്ലേലൂയ.
രക്തത്തിലൂടെയുള്ള ഉടമ്പടിയാ. പഴയ നിയമത്തിലും രക്തത്തിലൂടെയുള്ള ഉടമ്പടിയായിരുന്നു. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ പാപത്തിന് വേണ്ടി കർത്താവിന്റെ കൽപ്പന പ്രകാരം, ന്യായപ്രമാണം അനുഷ്ഠിച്ചിരിക്കുന്ന ഒരു യാഗമൃഗവുമായി എത്ര കൊടും പാപിയായാലും എത്ര മലിനപ്പെട്ടവനായാലും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് കൽപ്പന പ്രകാരം ആ യാഗമൃഗത്തിന്റെ രക്തം യാഗപീഠത്തിന്റെ മേൽ ഒഴുകുമ്പോൾ അവൻ ചെയ്ത എത്ര മ്ലേച്ഛമായ പാപമായാലും ദൈവം ആ രക്തത്തിന്റെ ഉടമ്പടിയിലൂടെ അവനോട് ക്ഷമിക്കും. പുതിയ നിയമത്തിലും അതേ രക്തത്തിന്റെ ഉടമ്പടിയാണ് തൻ്റെ പുത്രന്റെ രക്തത്തിന്റെ ഉടമ്പടി. ഒന്ന് ഓർത്തു നോക്കിക്കേ, ഈ പുത്രന്റെ രക്തത്തിലൂടെയുള്ള ഉടമ്പടി അല്ല ഇന്ന് ലോകത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിൽ ഓരോരുത്തരും നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിൽ ദൈവമക്കളായി വരത്തില്ലായിരുന്നു. അത് വൺ തിങ്. അഥവാ വന്നെങ്കിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി എത്ര മൃഗങ്ങൾ അറുക്കപ്പെടേണ്ടി വന്നേനെയായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഇതേ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ മനോഹരമായ മറ്റൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 13 and 14. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. രണ്ട് രക്തത്തെക്കുറിച്ചാണ് പറയുന്നത്. പഴയ നിയമത്തിലെ രക്തം എന്താണെന്നറിയാമോ? ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം. എന്നാൽ പുതിയ നിയമത്തിലെ രക്തം എന്താണെന്നറിയാമോ? നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. അപ്പം നമ്മളും ദൈവവുമായിട്ട് ഉടമ്പടി, രണ്ടാമത്തെ ഉടമ്പടിയാ ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയുള്ള ഉടമ്പടി. യു നോ ഹൗ യു ആൻഡ് ഐ ആർ ബിലവഡ് ടു ഗാഡ്. പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാവിന്റെയും രക്തത്തിലൂടെയുള്ള ഉടമ്പടിയിലാണ് ദൈവസന്നിധിയിലേക്ക് വരുവാൻ കഴിയുമെങ്കിൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞത് ആരുടെ രക്തത്താലാണ്? നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച ക്രിസ്തുവേശുവിന്റെ രക്തത്താലുള്ള ഉടമ്പടിയാലാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. ഹൗ ബ്ലെസ്ഡ് വി ആർ. നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവജനമാണെന്ന് ഓർത്തു നോക്കിക്കേ. അതുകൊണ്ടാണ് നമ്മളെ മക്കളെന്ന് വിളിക്കുന്നത്. പഴയ നിയമത്തിലെ ജനത്തെ മക്കളെന്നല്ല വിളിക്കുന്നത്, അവരെ ദാസരെന്നാണ് വിളിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെ ജനമാകുന്ന നമ്മളെ വിളിക്കുന്നത് മക്കളെന്നാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? പഴയ നിയമത്തിലുള്ളവരെല്ലാവരും ദാസന്മാരും പുതിയ നിയമത്തിലെ മക്കളുമാണെന്നുള്ളതിന്റെ തെളിവെന്തെന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിലുള്ളവർ സ്വർഗത്തിലെ ദൈവത്തെ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും, ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഞങ്ങളുടെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, പുതിയ നിയമത്തിലുള്ള നമ്മുടെ ദൈവത്തെ വിളിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? എന്റെ പിതാവേ എന്നാണ് വിളിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില്, അതുപോലെ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തില് അവിടെ ഒക്കെ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? അബ്ബാ പിതാവേ. റോമാലേഖനം 8-15 പറയുന്നു, പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടത് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ അവൻ നിങ്ങളിൽ പകർന്നിരിക്കുന്നത്. പുത്രനെങ്കിലോ നിങ്ങൾ അവകാശികളല്ലേ. 8-16 വാക്യം ഒന്ന് വായിച്ച് അവിടെ എഴുതിയിരിക്കുന്ന മനോഹരമായ ഒരു ലിബറേറ്റഡ് വേഴ്സ് ഉണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിച്ചേ. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന്, നമ്മൾ ദൈവത്തിന്റെ ദാസരാണെന്നുള്ളതല്ല. പഴയ നിയമത്തിൽ അവർ ദാസന്മാരാണ്. അവർ കർത്താവ് വിളിച്ചത് എന്റെ ജനമെന്നാണ് വിളിച്ചത്. ഈ ലോകത്തിലുള്ള രാജാക്കന്മാര് മറ്റൊരു രാജാവിനോട് പറയാ എന്റെ ജനമെന്ന് പറയുന്നത് പോലെ, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മറ്റൊരാളോട് പറയുകയാണ് മൈ പീപ്പിൾ എന്ന് പറയുന്നത് പോലെ, ദൈവം പഴയ നിയമത്തിലുള്ള ജനത്തെ നോക്കിക്കൊണ്ട് പറയുന്നു ഇതെന്റെ ജനമാണ്, ദിസ് ഈസ് മൈ പീപ്പിൾ. പക്ഷെ പുതിയ നിയമത്തിലുള്ള എന്നെയും നിന്നെയും നോക്കിക്കൊണ്ട് പറയുന്നു ദിസ് ഈസ് മൈ സൺ ആൻഡ് ദിസ് ഈസ് മൈ ഡോട്ടർ. യു നോ ദ റിലേഷൻഷിപ്പ്. യു നോ ഹൗ ഇറ്റ് ഈസ് ചേഞ്ച്, ഹൗ ക്ലോസർ യു ആൻഡ് ഐ നീഡ്, who you and I are expected to walk with God. In what sort of a liberty and freedom. ആ ക്ലോസ്നെസ് നമ്മുടെ ജീവിതത്തിലുണ്ടോ ദൈവമായിട്ട്? ആ ബന്ധം നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തോട് കാണിക്കുന്നുണ്ടോ? അതോ ഇന്നും നമ്മൾ അകലെ നിൽക്കുകയാണോ? പഴയ നിയമത്തിലെ വിശ്വാസികളെ പോലെ
അവർ കാളയെയും അല്ലെങ്കിൽ ആട്ടുകൊറ്റന്മാരെയും യാഗമായി കൊണ്ടുപോകുന്നത് പോലെ നമ്മളും ദൈവസന്നിധിയിലേക്ക് ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യുവാനുള്ളതൊക്കെയും ജസ്റ്റ് ബൈ ദ വേർഡ് അല്ലെങ്കിൽ ചില ഒരു പ്രമാണത്തിന് വേണ്ടി മാത്രം, ഒരു പേരിന് വേണ്ടി മാത്രം ചില കാര്യങ്ങൾ അനുഷ്ഠിച്ചിട്ട് മടങ്ങിപ്പോകുന്നവരാണോ? അതല്ല. എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറയുന്നത് സ്നേഹത്തിലൂടെയുള്ള ബന്ധമാണ്. പുത്രനും പിതാവുമായുള്ള ബന്ധം, പുത്രിയും പിതാവുമായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തിൽ കടന്നു വരുന്ന വ്യക്തി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് മടങ്ങിപ്പോവുകയല്ല, അപ്പൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കും. അപ്പൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അപ്പൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ദൈവസഭയുമായിട്ടുള്ള നമ്മുടെ ബന്ധം ആഴ്ചയിൽ ഒരു ദിവസമോ, ആഴ്ചയിൽ 2 ദിവസമോ, ആഴ്ചയിൽ 3 ദിവസമോ ആണോ? അതോ ഹല്ലേലൂയ ഈ ദൈവവുമായിട്ടുള്ള ബന്ധം എനിക്ക് എപ്പോഴും ഉണ്ട്. കാരണം അവൻ ദൈവം മാത്രമല്ല, ഈ ലോകത്തിന് അവൻ ദൈവമാണ്, പക്ഷെ എനിക്ക് എൻ്റെ പിതാവാണ്. He is father to me. കർത്താവ് പറഞ്ഞതാ. കർത്താവ് തന്റെ രക്തത്തിൽ പുതിയ നിയമത്തെ സ്ഥാപിക്കുക. This is the new covenant. It is not like the old covenant where people were standing afar off. അകലെ മനുഷ്യർ നിന്നുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തിയതുപോലെ, പാടിയതുപോലെ, സ്തുതിച്ചതുപോലെയല്ല. പിന്നെയോ നീ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു പുതിയ ഉടമ്പടിയാണ് പുതിയ നിയമം. ദൈവത്തോട് കൂടെ വസിക്കുക, അതാ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. യേശു കർത്താവിനെ വിളിച്ച പേരാ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. God be with us. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ശ്രേഷ്ഠമേറിയ ഈ മഹാഭാഗ്യത്തെ നമ്മൾ ലാഘവത്തോടെ കാണരുത്. ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ ലാഘവത്തോടെ കാണരുത്. നമ്മൾ കുറച്ച് സമയം എന്താണ് പുതിയ നിയമം എന്ന് പഠിക്കാൻ പോയത്. പുതിയ നിയമത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളോട് ആരോടെങ്കിലും ചോദിക്കുക വാട്ട് ഈസ് ന്യൂ കവനന്റ് എന്ന് ചോദിച്ചാൽ we say that it is the second part of the Bible. അല്ലേ? അങ്ങനല്ലേ നമ്മൾ പറയുന്നത്? എന്താണ് പുതിയ നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ബൈബിളിലെ ആ ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണ് പുതിയ നിയമം. പക്ഷെ പുതിയ നിയമം ആക്ച്വലി ഡു യു നോ വാട്ട് ഈസ് ദ ന്യൂ കവനന്റ്? കർത്താവ് പറഞ്ഞതാണ്, ഈ രക്തമെടുത്ത്, ഈ പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമം. I am establishing a new covenant for you. ചുറ്റുപാട് വരുന്ന ശിഷ്യന്മാർക്ക് അറിയാം അവരൊരു പഴയ നിയമത്തിന്റെ ഉടമ്പടിയിലുള്ളവരാണെന്ന്. അവരെല്ലാവരും യഹൂദരാണെന്ന് അവർക്കറിയാം. അവരെല്ലാവരും കൽപ്പനകൾ, മോശയുടെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ്റെ ഗുണം വിളിക്കപ്പെട്ടവരാണെന്ന് അവരറിയാം. അവരെല്ലാവരും പറയും യഹോവ ഞങ്ങളുടെ ദൈവമാണെന്ന്. എന്നാൽ അവരോട് കർത്താവ് പറയുകയാണ്, ഇന്നു മുതൽ നിങ്ങളൊരു പുതിയ നിയമത്തിന്റെ കീഴിലാണ്. A new testament, a new covenant, a new agreement, a new contract between you and God. What is the new covenant? What are the characteristics of new covenant? ഈ പുതിയ നിയമത്തിന്റെ പ്രത്യേകത എന്താ? ഞാൻ കുറച്ച് മിനിറ്റുകൾ എടുത്തിട്ട് അതിനെക്കുറിച്ചൊന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. എല്ലാം കവർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അനേകം മെസ്സേജുകൾ കേട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. എന്നാൽ അതിനെ എല്ലാം കൂടെ ഒന്ന് സംക്ഷിപ്തമായിട്ട് സമ്മറൈസ് ചെയ്തുകൊണ്ട്, ഇൻ കേസ് ഇഫ് someone asks you what is the new covenant you people are talking about, നമ്മളോട് ചോദിക്കുകയാണെന്നറിയാമോ, നിങ്ങൾ ഈ പറയുന്ന പുതിയ നിയമം എന്ന് പറയുന്നത് എന്താണ് എന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് in 10 minutes or 10-15 minutes you would be able to tell this to someone. ഒരു 10-15 മിനിറ്റ് കൊണ്ട് മറ്റുള്ളവരോട് പറയത്തക്കവണ്ണം നമ്മളതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്പർ 1, an internal transformation, no external regulation. An internal ട്രാൻസ്ഫോർമേഷൻ, നോ എക്സ്റ്റേണൽ റെഗുലേഷൻ. പുറമേയുള്ള നിയന്ത്രണമല്ല, അകമേയുള്ള രൂപാന്തരീകരണം അല്ലെങ്കിൽ പരിവർത്തനം. പുതിയ നിയമത്തിന്റെ ആദ്യ ലക്ഷണം അതാണ്. പഴയ നിയമത്തിൽ പുറമേയുള്ള നിയന്ത്രണമായിരുന്നു. പഴയ നിയമത്തിലെ നിയന്ത്രണങ്ങൾ അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, ഏതാണ്ട് 613 കൽപ്പനകൾ പഴയ നിയമത്തിലുണ്ട്. ആ 613 കൽപ്പനകളെ സംക്ഷിപ്തമാക്കി കഴിഞ്ഞാൽ 10 കൽപ്പനകൾ നമുക്കറിയാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ 10 കൽപ്പനകൾ അതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ മോശയുടെ 5 പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പഴയ നിയമത്തിന്റെ കൽപ്പനകളെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 613 കമാൻഡ്മെന്റ്സ് ഉണ്ട്. ഈ കമാൻഡ്മെന്റുകളൊക്കെയും മനുഷ്യനോട് കൽപ്പിക്കുന്നത് പുറമേയുള്ള നിയന്ത്രണമാണ്, അകത്തുള്ളതല്ല. അവരുടെ അകം ആർക്കും അറിയത്തില്ല, അവരുടെ അകവുമായിട്ടൊരു ബന്ധമില്ല. കാരണം എന്തെന്നറിയാമോ സഹോദരങ്ങളെ? കാരണം ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം പുറത്തു നിന്നാണ് അവരോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണമേ.
അന്നത്തെ ഏതൊരു വലിയ വിശുദ്ധനും ധൈര്യമായിട്ട് പറയുവാൻ പറ്റും, ഞാൻ കൽപ്പനകളൊക്കെ അനുസരിക്കുന്ന വ്യക്തിയാണ്. ഇൻ വാട്ട് സെൻസ്? എക്സ്റ്റേണലി. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു റിച്ച് യങ് റൂളർ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നീ കൽപ്പനകളൊക്കെ അനുസരിക്കുന്നുണ്ടെന്ന്. അവൻ പറഞ്ഞു, ചെറുപ്പം മുതൽ തന്നെ ഞാൻ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് ഒരു കാര്യമാണ് പറഞ്ഞത്, എന്താണെന്നറിയാമോ? നിനക്കുള്ളതൊക്കെയും വിറ്റിട്ട് നീ വന്ന് എന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ദുഃഖത്തോടെ പോയി. കാരണം എന്നാന്ന് പറഞ്ഞാൽ അവൻ അകം മാറിയില്ല. അവന് ദൈവവുമായിട്ടുള്ള കാഴ്ചപ്പാടിനകത്ത് മങ്ങല. കാരണം അവൻ്റെ അകത്തെ കണ്ണ് തുറന്നില്ല. ഈ ഭൂമിയിലുള്ളതെല്ലാം താൽക്കാലികമാണെന്നും നിത്യമായിരിക്കുന്നതും ശ്രേഷ്ഠമായിരിക്കുന്നതും ഈ ഭൂമി കഴിഞ്ഞുള്ള ജീവിതത്തിലാണ് ഇരിക്കുന്നതെന്നും തിരിച്ചറിയുവാൻ തക്കവണ്ണം അവൻ്റെ ആന്തരിക കണ്ണ് തുറന്നില്ല. അത് മാത്രമല്ല, അവന്റെ ആന്തരിക കണ്ണ് തുറന്നില്ല. തന്നോട് സംസാരിക്കുന്നവൻ ഗുരുവാണെന്ന് അവൻ അറിയാം, അല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന് പോലും അവൻ വിശ്വസിച്ചിട്ടുണ്ടാകാം. പക്ഷേ നിത്യതയിൽ തന്നെ ന്യായം വിധിക്കുന്ന ശ്രേഷ്ഠമേറിയ നിത്യതയുടെ ഉടമയാണ്, അധികാരിയാണ് തന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നതെന്ന് അറിയുവാൻ തക്കവണ്ണം അവന്റെ ഹൃദയം തുറന്നില്ല. ഇത്രയും കാലം അവൻ കൽപ്പനകളൊക്കെ അനുസരിച്ചിട്ട്. ഞാൻ പറയുന്നതിന്റെ സാരം എന്താണെന്നറിയാമോ? അവൻ കൽപ്പനകളൊക്കെ അനുസരിച്ച് പുറത്താണ്. കള്ളം പറയരുതെന്ന് പറഞ്ഞ് അവൻ കള്ളം പറയത്തില്ല, അല്ലേ? ദൈവത്തെ ആരാധിക്കണമെന്ന് അവൻ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന് അവൻ അപ്പനെയും അമ്മയും ബഹുമാനിച്ചു. കോപിക്കരുതെന്ന് പറഞ്ഞ് അവൻ കോപിക്കുന്നില്ല. വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല. പുറത്തതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു. ഒരു പക്ഷേ ബാക്കി 603 കൽപ്പനകൾ ബാക്കിയുണ്ട്. ആ 603 കൽപ്പനകളും അവൻ അനുസരിക്കുന്നുണ്ടാകാം. കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചെറുപ്പം മുതൽ തന്നെ ദൈവത്തിന്റെ കൽപ്പനകൾ ന്യായപ്രമാണം വരെ അഭ്യസിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ ആ കൽപ്പനകളിലൊക്കെയും അനുസരണയോടുകൂടി അഭിക്കൊണ്ടിരുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലേ, ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനന്യനാണ്, ന്യായപ്രമാണത്തിന്റെ ശുഷ്കാന്തി സംബന്ധിച്ച്. കാരണം അവരെയൊക്കെ ചെറുപ്പം മുതൽ അത് അഭ്യസിപ്പിച്ചു. ഇവിടെ പുതിയ നിയമത്തിന്റെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് നമ്മൾ ഇതാ മനസ്സിലാക്കേണ്ടത്, ഞാൻ ദൈവസന്നിധിയിൽ ജീവിക്കുന്നത് പുറമേയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടല്ല, പിന്നെയോ എൻ്റെ അകത്തൊരു മാറ്റം വന്നു. ദൈവം അകത്തൊരു പ്രവൃത്തി ചെയ്തു. നിങ്ങൾക്കറിയാമോ, ഈ പുതിയ നിയമം എന്ന് പറയുന്നത് യേശു കർത്താവ് വന്നതിന് ശേഷമാണ് സംഭവിച്ചതെങ്കിലും യേശു കർത്താവ് വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഈ നിയമം ഉണ്ടായിരുന്നെന്നറിയാമോ? ഒരു പുതിയ നിയമം. ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 31:3, ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 31:33. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. See, this is talking about a new covenant which was going to happen after certain years. ചില വർഷങ്ങൾക്ക് ശേഷം ദൈവം ഈ ജനത്തോട് ചെയ്യുവാൻ പോകുന്ന ഒരു പുതിയ നിയമത്തെക്കുറിച്ച് ഈ യെരമ്യാവിലൂടെ ദൈവജനമാകുന്ന ഇസ്രായേലിനോട് അറിയിക്കുകയാണ്. ഈ കാലം കഴിഞ്ഞ ശേഷം, കുറെ കാലം കഴിഞ്ഞ ശേഷം, ഹല്ലേലൂയ, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കും. ഇന്ന് ന്യായപ്രമാണം എവിടെയാണെന്നറിയാമോ? പുറത്താണ്. ഇന്ന് ന്യായപ്രമാണം ചർമ്മലിഖിതങ്ങളിലും പുസ്തകങ്ങളിലുമാണ്. എന്നാൽ ഒരു കാലം വരുന്നു, ഈ പുറത്തെഴുതപ്പെട്ട ന്യായപ്രമാണം ഞാൻ അവരുടെ അകത്തെഴുതും. ത്രൂ മൈ ഹോളി സ്പിരിറ്റ്, എൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ അവരുടെ ഹൃദയത്തിന്റെ അകത്തിന്റെ ന്യായപ്രമാണം എഴുതും. ഹല്ലേലൂയ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പേജുകൾ മറിച്ച് നോക്കേണ്ട കാര്യമില്ല. അകത്ത് തന്നെ ആ നിയമമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും, എടുത്ത് കാണിക്കും. അകത്ത് തന്നെ രഹസ്യ ജീവിതം മാറുമെന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അടുത്ത വാക്യം ഒന്ന് നോക്കിയേ. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. സി, ആരും ഉപദേശിക്കേണ്ട. ഒരു ടീച്ചർ മുമ്പിൽ നിന്നുകൊണ്ട് പറയേണ്ട കാര്യമില്ല, ദേ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നുള്ളത് അവന്റെ ഹൃദയത്തിൽ എഴുതുമ്പോൾ അവൻ തന്നെത്താൻ അറിയും ഇങ്ങനെ ദൈവകൽപ്പന ഉണ്ടെന്ന്. അതതിൻ്റെ അർത്ഥം. സോ പുറമേയുള്ള നിയന്ത്രണമല്ല, അകമേയുള്ള രൂപാന്തരീകരണം ആ പുതിയ നിയമത്തിന്റെ പ്രത്യേകത.
സഹോദര സഹോദരി, നിങ്ങളുടെയും എൻ്റെയും അകത്തൊരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ, ഈ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ അകത്തൊരു രൂപാന്തരം വന്നില്ല എങ്കിൽ നമ്മൾ പുതിയ നിയമത്തിൽ എത്തിയിട്ടില്ല. നമുക്ക് ദൈവഭയം ഉണ്ടായിരിക്കാം, ദൈവസ്നേഹം ഉണ്ടായിരിക്കാം, ദൈവജനത്തോടുള്ള കൂട്ടായ്മ ഉണ്ടായിരിക്കാം, പക്ഷെ അകത്തൊരു മാറ്റം ഇതുവരെയും വന്നിട്ടില്ലെങ്കിൽ നീ പഴയ നിയമത്തിൽ ജീവിക്കുന്ന പുതിയ നിയമവിശ്വാസിയാണ്. പുതിയ നിയമം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പുതിയ നിയമം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ അകത്തൊരു മാറ്റം ഉണ്ടാവണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അകത്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കേണ്ടത്. ഹല്ലേലൂയ. കർത്താവിന്, യഹോവയ്ക്ക് ഇത് അറിയാമായിരുന്നു, സർവശക്തനായ ദൈവത്തിന് അറിയാമായിരുന്നു. ഈ പുറത്തെഴുതിയിരിക്കുന്ന ന്യായപ്രമാണം ഒരു മനുഷ്യൻ ആചരിക്കുവാൻ തക്കവണ്ണം പ്രയാസമാണ്. അവരിത് ആചരിക്കുന്നത് എന്നെ ഭയന്നുകൊണ്ടാണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ആരും സ്നേഹത്തോടെയല്ല. കർത്താവ് പറയുക, ഈ കാലം കഴിയുമ്പോൾ ഞാൻ എൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ആ പുത്രനോട് കൂടെ തന്നെ പരിശുദ്ധാത്മാവ്, പുത്രന് ശേഷം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വരും എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ ആത്മാവിൽ അവരുടെ ഉള്ളിൽ വസിക്കും. നമുക്ക് താഴേക്ക് വരുമ്പോൾ പഠിക്കാം കുറച്ചുകൂടെ. എബ്രായ ലേഖനം 8 മുതൽ 8, 9, 10 അധ്യായങ്ങൾ നമ്മളൊന്ന് വായിക്കുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ മീഡിയേറ്റർ ഓഫ് ദ ന്യൂ കവനന്റ്. നമുക്കറിയാം, വീട്ടിൽ പോയി നമ്മൾ പഠിക്കണം. എബ്രായ ലേഖനം 8, 9, 10 നമ്മളൊന്ന് പഠിക്കണം. ആ ന്യായപ്രമാണവും ഈ പഴയ നിയമവും പുതിയ നിയമവും കൂടെ ചേർത്തിട്ട് ആ ട്രാൻസിഷനാണ് ഈ 3 അധ്യായങ്ങളിൽ കാണുന്നത്. വളരെ മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഈ 3 അധ്യായങ്ങൾ. എങ്ങനെയാണ് ഈ നിയമം മാറിയിരിക്കുന്നതെന്ന് ആ 3 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ നിന്നത് മോശയാണ്, അല്ലെങ്കിൽ മോശയ്ക്ക് പകരം ന്യായപ്രമാണമാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന്റെ മധ്യത്തിൽ നിന്നത് ന്യായപ്രമാണമാണ്. അത് യഹൂദനായിക്കൊള്ളട്ടെ, ശമരിയക്കാരനായിക്കൊള്ളട്ടെ, മറ്റാരും ആയിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നുവെങ്കിൽ ആ വ്യക്തി ന്യായപ്രമാണം ആചരിക്കുവാൻ്റെ കോണം ബാധ്യസ്ഥനാണ്. ദൈവം മനുഷ്യനെ നോക്കുന്നത് ന്യായപ്രമാണത്തിന്റെ കണ്ണുകളിലൂടെയാണ്, ത്രൂ ലോ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ, നമ്മുടെ അകത്താ ദൈവം മാറ്റം വരുത്തുന്നത്. ഹൃദയത്തിനകത്താണ് ദൈവം മാറ്റം വരുത്തുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ യേശു കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവജനത്തിന് വേണ്ടി ഇടനിലക്കാരനായി നിൽക്കുവാൻ തക്കവണ്ണം ഭൂമിയിൽ ചില മനുഷ്യർക്കേ കഴിയുമായിരുന്നു. അവർ പുരോഹിതന്മാരാണ്. ആ പുരോഹിതന്മാർ പോലും പെർഫെക്റ്റ് അല്ല. അവർക്കും അവരുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗം അർപ്പിക്കേണ്ട ബാക്കിയുണ്ട്. ആ റോമാലേഖനം 8, 9, 10 അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. എന്നാൽ പുതിയ നിയമ മധ്യസ്ഥനായ യേശു കർത്താവ് എന്ന് പറയുന്നത് അവൻ സാക്ഷാൽ ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുമ്പോൾ തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവന് യാഗമർപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അവൻ പാപമില്ലാത്തവനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. എനിക്കറിയില്ല, ഇതൊക്കെ എങ്ങനെയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. പ്രൈസ് ഗോഡ്. എത്ര മനോഹരമായ ഒരു ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക് ആ സഹോദര നീയും ഞാനും കടന്നു വന്നിരിക്കുന്നത്. പഴയ നിയമത്തിലെ മനുഷ്യന് ഏറ്റവും വലിയവനെന്നവർക്ക് പറയുവാൻ കഴിയുന്നത് മോശയാണ്. ഞങ്ങൾക്ക് മോശയുണ്ട്. പഴയ നിയമത്തിൽ യേശു കർത്താവിൻ്റെ അടുത്ത് പോലും ഓരോന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് മോശയുണ്ട്, ഞങ്ങൾക്ക് അബ്രഹാം ഉണ്ടെന്ന്. എന്നാൽ ഇന്ന് നമുക്ക് മോശയുണ്ടെന്നോ അബ്രഹാം ഉണ്ടെന്നോ ഈ ലോകത്തിലെ ഏതെങ്കിലും വലിയ ദേവദാസിന്റെ പേര് പറയേണ്ട, നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ക്രിസ്തുവുണ്ട്. ക്രിസ്തു ആരാ? സാക്ഷാൽ ദൈവമായവൻ. അതിൻ്റെ ആ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? 1 തീമോത്തി 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, യേശു കർത്താവാണ് മനുഷ്യർക്കുള്ള മധ്യസ്ഥൻ. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ തന്നെ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന, എല്ലാവർക്കും വേണ്ടി മരിച്ച മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠമായ അനുഭവമാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലുള്ള ശ്രേഷ്ഠമേറിയ അനുഭവമാണ്. ഈ ലോകത്തിലുള്ള ഒരു മതങ്ങളും പഠിപ്പിക്കാത്തത്, ഈ ലോകത്തിലുള്ള ഒരു മതങ്ങളിലൂടെയും കിട്ടാത്ത സന്തോഷവും സമാധാനവും സ്വസ്ഥതയും സ്വാതന്ത്ര്യവുമാണ് നമുക്ക് തന്നിരിക്കുന്നത് സർവശക്തനായ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമുക്കൊരു പുതുവഴി തുറന്നു തന്നിട്ട് പറയുകയാണ്, നീ ഈ വഴിയിലൂടെ വന്നാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി അവിടെ ഉണ്ട്. ഇന്ന് ഞാൻ മരിച്ചാൽ എന്നെ കാത്തെന്റെ കർത്താവ് അവിടെ ഉണ്ട്. ഈ ലോകത്തിൽ എത്ര പേർക്ക് അത് പറയുവാൻ പറ്റും നമുക്കല്ലാതെ? അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അതാണ്, ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ, നോട്ട് എക്സ്റ്റേണൽ റെഗുലേഷൻസ്. പുറത്തുള്ള നിയന്ത്രണങ്ങളല്ല, പിന്നെയോ അകത്തുള്ള രൂപാന്തരം, അകത്തുള്ള പരിവർത്തനം. അതാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ആ പരിവർത്തനം നമ്മുടെ ഉള്ളിൽ സംഭവിക്കണം. അതാണ് പുതിയ നിയമത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത്. രണ്ടാമത്തേത് പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായ ഒരു ബന്ധം.
പഴയ നിയമത്തിൽ വ്യക്തിപരമായ ബന്ധം ദൈവവുമായിട്ടില്ലായിരുന്നു ആർക്കും. ഓഫ് കോഴ്സ് ചില വ്യക്തികൾ ഉണ്ടായിരുന്നു, മോശയെ പോലോ അല്ലെങ്കിൽ യോശുവയെ പോലോ അല്ലെങ്കിൽ ചില പ്രവാചകന്മാരെ പോലെയോ അങ്ങനെയുള്ള ചില വ്യക്തികൾക്കുണ്ടായിരുന്നു. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അവരിൽ പലരും പോലും ദൈവവുമായിട്ടുള്ള ബന്ധം ഭയന്നുള്ള ബന്ധമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ എന്താണെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും വ്യക്തിപരമായൊരു ബന്ധമുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ കർത്താവിനെ ഏറ്റുപറഞ്ഞ് യേശു കർത്താവായി രക്ഷിതാവ്, കർത്താവിനെ രക്ഷിതാവും യേശു കർത്താവും ദൈവവുമായി രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് ദൈവസഭയോട് ചേർന്ന് വന്ന ഒരു സഹോദരനും 50 വർഷം മുമ്പ് കർത്താവിന് ജീവിതം കൊടുത്ത് കർത്താവിൻ്റെ ഹല്ലേലൂയ സഭയുടെ ഭാഗമായി തീർന്ന ഒരു വ്യക്തിക്കും ഒരുപോലെ തന്നെ കർത്താവുമായിട്ടുള്ള ബന്ധം. ഹീസ് മൈ ഫാദർ, ഹീസ് മൈ ഫാദർ. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ ഒരിടത്ത് നമ്മളെ കാത്തിരിക്കുന്നു. ആ അപ്പൻ്റെ അടുക്കിലേക്ക് നമ്മൾ പോകുന്നതും നമ്മൾ വേറൊരാളുടെ അടുത്തേക്ക് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ സഹോദര? ഉണ്ടോ? നമ്മുടെ അപ്പൻ്റെ അടുത്തേക്ക് പോകും. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ നാട്ടിലെ ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നതും നമ്മുടെ സ്വന്തം ഭവനത്തിൽ നാട്ടിലേക്ക് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? നമുക്കറിയാമല്ലോ, നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ ഈ ലോകത്ത് നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്ക് നാട്ടിൽ പോകാനുള്ള താല്പര്യം ഉണ്ടാകും? ഓഫ്കോഴ്സ് സഹോദരങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും എൻ്റെ വീട് എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും സന്തോഷവും നമുക്കുണ്ടോ? ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊക്കെ നാട്ടിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും നാട്ടിലുണ്ടെങ്കിൽ അവർ ഒരാഴ്ച മുമ്പേ കാത്തിരിക്കുക, എൻ്റെ കുഞ്ഞ് വരുന്നെന്ന്. എൻ്റെ കുഞ്ഞ് വരുന്നു. വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ അവർ പറയും. വീടിനകത്ത് ഭയങ്കര ഒരു ഒരുക്കമാണ് അല്ലേ? എൻ്റെ കുഞ്ഞ്, എൻ്റെ മോൻ വരുന്നു, എൻ്റെ മോള് വരുന്നു. അതേ ഒരുക്കമാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അപ്പനെയും അമ്മയും കാണുവാൻ്റെ ഗുണമുള്ള പോക്ക്. സഹോദര സഹോദരി, എന്തുകൊണ്ടാണ് മരണം നമുക്ക് ഭയമില്ലാത്തതെന്നറിയാമോ? നമ്മൾ സ്വർഗത്തേക്ക് പോകുന്നത് ന്യായാധിപതിയായ ഹല്ലേലൂയ ദൈവത്തിൻ്റെ അടുക്കിലേക്കല്ല പോകുന്നത്. അവൻ ന്യായാധിപതിയായ ദൈവമാണെങ്കിൽ തന്നെയും അവിടുന്ന് എൻ്റെ പിതാവാ, എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അപ്പനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമുക്കൊക്കെ ബക്കിംഗ്ഹാം പാലസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പേടിയായിരിക്കാം. പക്ഷേ ബക്കിംഗ്ഹാം പാലസ് ജനിച്ചു വളർന്ന അവിടുത്തെ രാജകുമാരന് അല്ലെങ്കിൽ ഈ പറയുന്ന വില്യമോ അല്ലെങ്കിൽ അതുപോലെ റോയൽ ഫാമിലിയിലുള്ളവർക്ക് ബക്കിംഗ്ഹാം പാലസിലേക്ക് പോകാൻ പേടിയുണ്ടോ? ദേ ആർ ഗോയിങ് ടു ദെയർ ഫാദേഴ്സ് ഹൗസ്, വി ആർ ഗോയിങ് ടു ദ കിങ്സ് ഹൗസ്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. നമ്മൾ പോകുന്നത് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക്, അവർ പോകുന്നതോ അപ്പൻ്റെ വീട്ടിലേക്കാണ്. ഇതാണ് വ്യത്യാസം. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും ഉള്ള വ്യത്യാസം. പഴയ നിയമത്തിലെ ജനങ്ങൾ രാജാവിൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ പുതിയ നിയമത്തിലെ ദൈവജനം അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. ഈ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? നമ്മുടെ ചിന്താഗതിക്കകത്ത് ഈ വ്യത്യാസം വന്നിട്ടുണ്ടോ സഹോദരങ്ങളെ? കർത്താവ് സ്ഥാപിച്ച മേശയുടെ പ്രത്യേകത ഏതാ? ഹല്ലേലൂയ. പുതിയൊരു ഉടമ്പടി നമ്മളവിടെ വായിച്ചല്ലോ. ഇറ്റ് ഈസ് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ വായിച്ച വാക്യം എന്താണെന്നറിയാമോ? ലൂക്ക് ചാപ്റ്റർ 20 അവിടെ എഴുതി നിങ്ങൾക്ക് വേണ്ടി. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ എഴുതിയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. ആരെങ്കിലും ആ വാക്യം ഒന്നിരുന്ന് വായിച്ചേ. നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന, വിച്ച് ഈസ് ഷെഡ് ഫോർ യു. This cup is the New Testament in my blood, which is shed for you. You see, this is a relationship. This is a personal relationship shed for me. നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് നമുക്ക് പറയാം. There is nothing wrong in that. But more than that, he died for me. He died for my sins. You understood that, my brothers, my sisters? That is where the personal relationship comes into place. എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതല്ല, അത് സത്യമാണ് പറയുന്നത് ആസ് എ ബോഡി. ബട്ട് മോർ ദാൻ ദാറ്റ്, ഹി ഡൈഡ് ഫോർ മീ പേഴ്സണലി. ഹി ഡൈഡ് ഫോർ മീ. ഈ ലോകത്തിൽ മറ്റാരും മനുഷ്യരില്ലായിരുന്നെങ്കിലും, ഞാൻ മാത്രമേ ഉള്ളായിരുന്നുവെങ്കിലും അവിടുന്ന് വന്ന് എനിക്ക് വേണ്ടി മരിച്ചേനേമായിരുന്നു. അങ്ങനെ നമ്മൾ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിനുള്ള സ്നേഹം നമ്മളെ വർദ്ധിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആ സ്നേഹത്തിൻ്റെ അളവ് വർദ്ധിക്കൂ. എങ്കിൽ മാത്രമേ കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയൂ. എങ്കിൽ മാത്രമേ അവിടുത്തെ സേവിക്കുവാൻ നമുക്ക് കഴിയൂ. അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു. All the way from heaven he came down to this earth. Why? To die for me. സ്വർഗത്തിന്റെ ഉന്നതികളെ വിട്ട്
ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ സ്വർഗത്തിൻ്റെ ഉന്നതികളെ വിട്ട് അവൻ താണിറങ്ങി ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിന്? ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാനല്ല, എനിക്ക് വേണ്ടി മരിക്കാൻ. ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഫോർ യു, ഷെഡിങ് ഫോർ യു. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, പഴയ നിയമത്തിൽ ഒരു വ്യക്തിക്കും ദൈവസന്നിധിയിലേക്ക് നേരിട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. In the Old Testament, you see, no one ever could come to God directly. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നേരിട്ട് വരുവാൻ തക്കവണ്ണം ആർക്കും കഴിയത്തില്ലായിരുന്നു. ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ കുറിച്ചാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്നത് കേട്ടോ, ശ്രദ്ധിക്കണമേ. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 19. അവിടെ നിങ്ങൾ നോക്കിക്കേ, 19, എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സ് 12 and 13. ഇത് നമുക്കറിയാം. 10 കൽപ്പനകൾ മോശയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം സീനായി മലയിൽ ഇറങ്ങി വരുന്ന ഭാഗത്തെക്കുറിച്ചാണ്. ദൈവജനത്തിൻ്റെ മധ്യത്തിൽ സർവശക്തനായ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവരെ നയിക്കുന്ന മോശയോടുകൂടെ ദൈവമുണ്ട് എന്ന് ജനത്തെ കാണിച്ച് ഭയപ്പെട്ട് മോശയ്ക്ക് അവരെ കീഴ്പ്പെട്ടിരിക്കുവാൻ തക്കവണ്ണം മോശ ദൈവമായ യഹോവ തിരഞ്ഞെടുത്ത ദാസനാണെന്നും അവരുടെ നായകനാണെന്നും അവർ ഗ്രഹിക്കേണ്ടതിന് ദൈവം സീനായി മലയിൽ ഇറങ്ങി വരുന്ന ഭാഗമായത്. ആരാണ് ആ ജനം? ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. എന്നാൽ ഈ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, 12-13. ദൈവം മോശയോട് പറയുകയാണ്, ജനത്തോട് പറയാൻ തക്കവണ്ണം. എന്ത്? ജനം പർവ്വതത്തിൽ കയറാതെയും അതിൻ്റെ അടിവാരം തൊടാതെയും ഇരിക്കുവാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് നീ അവർക്കായി ചുറ്റും അതിരുതിരിക്കണം. പർവ്വതം തൊടുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം. പർവ്വതത്തിൻ്റെ അടുക്കലേക്ക് ഒരുത്തൻ വന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. കൈ തൊടാതെ അവനെ കല്ലെറിഞ്ഞോ എയ്തോ കൊന്നുകളയണം. മൃഗമായാലും മനുഷ്യനായാലും ജീവനോടിരിക്കരുത്. സ്വന്തം ജനമാകുന്ന ഇസ്രായേലിനെ കുറിച്ചായി പറയുന്നത്. ദൈവം ആ സീനായുടെ മലയിലേക്ക് അവൻ ദൈവം ഇറങ്ങി വരുമ്പോൾ ആ പർവ്വതത്തിന്റെ അടുത്ത് പോലും എത്തുവാൻ തക്കവണ്ണം ഒരു പുരോഹിതന് പോലും കഴിയത്തില്ല. ലേവ്യ ഗോത്രത്തിന് കഴിയത്തില്ല, ഒരുത്തർക്കും കഴിയത്തില്ല. ഇനി മോശയെക്കുറിച്ചും അഹരോനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവിടെ 22 മുതലുള്ള വാക്യങ്ങൾ നോക്കിയേ, 22, 23, 24 വാക്യങ്ങൾ. യഹോവയോട് അടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കട്ടെ. മോശ യഹോവയോട്, ജനത്തിന് സീനായി പർവ്വതത്തിൽ കയറുവാൻ പാടില്ല, പർവ്വതത്തിന് അതിരെ തിരിച്ച് അതിനെ ശുദ്ധമാക്കുക എന്ന് ഞങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഇറങ്ങിപ്പോവുക, നീ അഹരോനുമായി കയറി വരിക. എന്നാൽ പുരോഹിതന്മാരും ജനവും യഹോവ അവർക്ക് നാശം വരുത്താതിരിക്കേണ്ടതിന് അവന്റെ അടുക്കൽ കയറുവാൻ അതിര് കടക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായോ സഹോദരന്മാരെ? പഴയ നിയമത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. എത്ര വലിയ ഭക്തനാണെന്ന് പറഞ്ഞാലും കൽപ്പനകളൊക്കെ വള്ളിപുള്ളി വിടാതെ ആചരിക്കുന്ന മനുഷ്യനായാലും ശരി, എത്ര വില കൂടിയ മൃഗങ്ങളെ യാഗമർപ്പിക്കുന്ന വ്യക്തിയായാലും ശരി, ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യനായാലും ശരി, അവന് ദൈവസന്നിധിയിലേക്ക് വരുവാൻ തക്കോണം കഴിയത്തില്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, പുതിയ നിയമത്തിൽ എനിക്കും നിങ്ങൾക്കും ഉള്ളത്? പുതിയ നിയമം എബ്രായ ലേഖനം 4-ാം അധ്യായം എന്നെടുത്ത് 15-16 വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 4 verses 15 and 16. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. 16-ാമത്തെ വാക്യം. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക. Have you seen this? പഴയ നിയമത്തിൽ പർവ്വതത്തിന്റെ അടുക്ക പോലും വരാൻ പറഞ്ഞതിൽ കല്ലെറിഞ്ഞു കൊല്ലും. പുതിയ നിയമത്തിൽ പറയുകയാണ് നാം ധൈര്യത്തോടെ കൃപാസനം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ഇരിപ്പിടം. കൃപാസനത്തിന്റെ അടുക്കലേക്ക് നാം ധൈര്യത്തോടെ വരിക. എന്താണെന്നറിയാമോ? ആ കൃപാസനത്തിൽ ഇരിക്കുന്നവൻ എന്റെയും നിങ്ങളുടെയും മഹാപുരോഹിതനായ ക്രിസ്തുവാണ്. നമ്മുടെ ബലഹീനതകൾ അറിയുന്നവൻ. ഹല്ലേലൂയ. നമ്മൾ പുതിയ നിയമത്തിൻ്റെ അവകാശികളാണ്. മറന്നു പോകരുത് സഹോദരങ്ങളെ, നമ്മൾ മറന്നു പോകരുത്. ഇതൊക്കെ നമ്മൾ വല്ലപ്പോഴും ഒന്ന് ഓർക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റോമാലേഖനം 8-ാം അധ്യായം 15-16 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നതാ അല്ലേ? പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ അവൻ നിങ്ങൾക്ക് തന്നത്.
ഹല്ലേലൂയ. നമ്മുടെ മക്കളാണെന്ന് ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. പിന്നെയും പറയുന്നു, നാം മക്കളെങ്കിലോ ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാ. ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവപുത്രനായ ക്രിസ്തുവിന് സർവശക്തനായ ദൈവത്തിനുള്ള അതേ അവകാശം, ആ അവകാശം നമുക്ക് വേണ്ടി ക്രിസ്തു പകുത്തു തന്നിരിക്കുന്നു. അതാ കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, കൂട്ടവകാശം എന്ന് പറഞ്ഞാൽ ഒരു അപ്പന് 4 മക്കളുണ്ടെങ്കിൽ 4 പേർക്കും തുല്യ അവകാശം. അതിനാ കൂട്ടവകാശം എന്ന് പറയുന്നത്. വി ആർ കോ-ഹെയർസ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുള്ള കൂട്ടവകാശികൾ. അപ്പൊ എനിക്ക് സ്വർഗത്തിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പനുണ്ട്. എൻ്റെ സമ്പാദ്യം എവിടെയാന്ന് ചോദിച്ചാൽ സ്വർഗത്തിലാണ്. ക്രിസ്തുവിൻ്റെ സമ്പാദ്യം എനിക്ക് വേണ്ടി കൂടെ അവൻ ഓഹരി ചെയ്തു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്കാണ് ദൈവവേദനയെ പുതിയ നിയമത്തിൽ നമ്മൾ വന്നിരിക്കുന്നത്. ഇതാ കർത്താവ് അന്ത്യത്താഴത്തിൽ കാണിച്ചത്. ഹല്ലേലൂയ. പാനപാത്രം എടുത്ത് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറയുക, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാണ്. ഇന്നു മുതൽ നിങ്ങളൊരു പുതിയ നിയമത്തിനാണ് കീഴ്പ്പെടുന്നത്, പഴയ നിയമത്തിലല്ല. ഇനി നിങ്ങൾ അന്യരും പരദേശികളുമല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ഭവനക്കാരാണ്. ഹല്ലേലൂയ. അന്യരും പരദേശികളുമല്ല നിങ്ങൾ. നമ്മുടെ ജീവിതം കണ്ട് അങ്ങനെ തോന്നുമോ സഹോദര സഹോദരി? നാം പ്രസംഗിക്കുന്ന ദൈവത്തെക്കുറിച്ച് ലോകത്തിന് അങ്ങനെ തോന്നുമോ? നമ്മുടെ നടപ്പ് കണ്ടാൽ ഈ പിതാവിന്റെ മക്കളാണെന്ന് നമുക്ക് തോന്നുമോ? മറ്റുള്ളവർക്ക് തോന്നുമോ? ദിസ് ഈസ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഒന്ന് നമ്മൾ കേട്ടു, ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ, അകത്തു വന്ന പരിവർത്തനം. പുതിയ നിയമത്തിൽ വന്ന ഒരു വ്യക്തിക്ക് അകത്ത് പരിവർത്തനം വരും. കാരണം അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരും. ദൈവം തന്നെ അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് വസിക്കുക. നമ്മൾ മുമ്പേ കേട്ടതുപോലെ അതാ പുതിയ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിൽ അവനാക്കുകയാണ്. രണ്ടാമത് നമ്മൾ കേട്ടു, പുതിയ ഒരു ബന്ധം വരും, വ്യക്തിപരമായ ബന്ധം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ദൈവസഭ കർത്താവിൻ്റെ ശരീരമാണ്. ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധമുണ്ട്. ആസ് എ ചർച്ച് അറ്റ് ദ സെയിം ടൈം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്, അപ്പനും മക്കളും എന്നുള്ള ബന്ധം. നമ്മൾ മറന്നു പോകരുത്. അപ്പം നമ്മുടെ ഉടമ്പടി ദൈവത്തോടുള്ള ഉടമ്പടിയാണ്. എന്തിന് ഞാൻ സഭയിൽ വരുന്നു എന്ന് ചോദിച്ചാൽ അവിടെയുള്ള സഹോദരങ്ങളുമായിട്ടൊരു ബന്ധം എനിക്കുണ്ട്. ബട്ട് മോർ ദാൻ ദാറ്റ് ഐ ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് മൈ ഗാഡ്, മൈ ഫാദർ. മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവസഭയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ഈ കിട്ടിയിരിക്കുന്ന ദർശനത്തിൽ, ഈ കിട്ടിയിരിക്കുന്ന കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ മറ്റാരെയും കാണാനല്ല വരുന്നത്, നമ്മൾ കാണാൻ വരുന്നത് കർത്താവിനെ കാണാനാണ് വരുന്നത്. പിന്നെ മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശരീരത്തിൽ ഞാനൊരു അവയവമായിരിക്കുന്നത് പോലെ മറ്റുള്ളവരും ഓരോ അവയവങ്ങളാണ്. ഒരവയവത്തിന് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. ഒരവയവത്തിന് എപ്പോഴും ശരീരത്തിന് മറ്റേ അവയവവുമായിട്ട് ബന്ധമുണ്ട്, മറ്റേ അവയവത്തിൻ്റെ ആവശ്യമുണ്ട്. ഒരിക്കലും ഒരവയവം മറ്റൊരു അവയവത്തെ താഴ്ത്തിക്കെട്ടത്തില്ല. ഒരിക്കലും ഒരവയവം മറ്റവയവത്തെക്കാൾ മുകളിലാകാൻ ശ്രമിക്കത്തില്ല. അവരെ അലൈൻഡായിട്ട് പോകും. ഒന്നിച്ചൊരേ ബന്ധത്തിൽ അവർ നിലനിൽക്കും. എന്തിന്? എങ്കിൽ മാത്രമേ ഈ ശരീരം ഭംഗിയായിട്ട് മൂവപ്പ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ആ ശരീരം പാരലൈസ്ഡായി പോകും. നമ്മൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായം ഒന്ന് പഠിക്കണം. എനിക്ക് സമയമില്ല ഈ വചനത്തിൽ ഭാഗത്ത് അത് കൂടെ പോകാൻ. എല്ലാവരും വീട്ടിൽ ചെന്ന് 1 കൊരിന്ത്യർ 1 Corinthians chapter 12 പഠിക്കണം. ദി കമാൻഡ്മെന്റ് ഈസ് ദെയർ. ശരിക്കും റിവീൽഡ് ചെയ്തിരിക്കുകയാണ്. ഹൗ യു ആൻഡ് ഐ നീഡ് ടു ബി ഇൻ ദ ചർച്ച് ആസ് വൺ മെമ്പർ ഓഫ് ദ ബോഡി ഈസ് ഇൻ ദ ബോഡി. ഈ ശരീരത്തിലെ ഒരവയവം ഈ ശരീരത്തിൽ എങ്ങനെ നിലനിൽക്കുന്നുവോ അതുപോലെയാണ് ദൈവസഭയുടെ മധ്യത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കേണ്ടതെന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന അധ്യായമാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായം, 1 Corinthians 12. അത് പഠിക്കുന്ന ഏതൊരു വ്യക്തിയും they will know their role in the church very clearly. Praise God. Hallelujah. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് അടുത്തത് നമ്പർ 3, കംപ്ലീറ്റ് ഫോർഗീവ്നെസ്. പഴയ നിയമത്തിൽ കംപ്ലീറ്റ് ഫോർഗീവ്നെസ് ഇല്ലായിരുന്നു. എങ്ങനെയാണെന്നറിയാമോ? കംപ്ലീറ്റ് ഫോർഗീവ്നെസ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നൊരു പാപത്തിലൊരു വ്യക്തി വീണുപോയാൽ ആ വ്യക്തി പാപം ചെയ്തു എന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണ പ്രകാരം അവന് ബോധ്യം വന്നാൽ, ഒരു കാര്യം ചിന്തിക്കണമേ, മനുഷ്യന് പാപബോധം വന്ന് വരുത്തുന്നത് ന്യായപ്രമാണമാണ്. ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് പാപബോധമില്ല. എങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് അവർ പാപം ചെയ്തു എന്ന്? ന്യായപ്രമാണം വായിക്കുമ്പോൾ, ഈ പ്രമാണപ്രകാരം ഞാൻ പാപം ചെയ്തു. അങ്ങനെ ഒരു വ്യക്തിക്ക് പാപബോധം ഉണ്ടാകുമ്പോൾ ആ വ്യക്തി ഒരു യാഗമൃഗവുമായി അല്ലെങ്കിൽ പക്ഷിയുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് പുരോഹിതന്റെ കയ്യിൽ തനിക്ക് വേണ്ടി യാഗമർപ്പിക്കുവാൻ കോണം ആ മൃഗത്തെ ഏൽപ്പിക്കുമ്പോൾ, ആ പക്ഷിയെ ഏൽപ്പിക്കുമ്പോൾ ആ ചെയ്ത പാപം മാത്രമേ ക്ഷമിക്കപ്പെടുന്നു. നാളെ ചെയ്യാൻ പോകുന്ന അറിയാതെ നാളെ പാപത്തിൽ വീണുപോയാലോ?
എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ഒരു യാഗമൃഗം. അത് മാത്രമല്ല, ഒരു പക്ഷേ അന്ന് മനുഷ്യൻ പാപത്തെ ലാഘവത്തോടെ കണ്ടു കാണും. അവർ ചിന്തിക്കുന്നത് എന്നറിയാമോ? ഒരു മൃഗത്തെ വാങ്ങിച്ചാൽ പോരെ. പക്ഷെ പുതിയ നിയമം അങ്ങനെയല്ല. എ കംപ്ലീറ്റ് ഫോർഗിവ്നെസ്. എ കംപ്ലീറ്റ് ഫോർഗിവ്നെസ്. ഹി ഹാസ് ഡൈഡ് ഫോർ മൈ സിൻസ്. വൺസ് ഫോർ ഓൾ സാക്രിഫൈസ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 17 വാക്യങ്ങളൊന്ന് വായിച്ച്. ഈ കാലം കഴിഞ്ഞ ശേഷം നമ്മൾ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചില്ലേ? അതേ ഉദ്ധരണിയാണ്, കൊട്ടേഷനാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാനിനി ഓർക്കുകയില്ല എന്ന് അരുളി ചെയ്യുന്നു. ഈ പുതിയ നിയമത്തിലേക്ക്, ഉടമ്പടിയിലേക്ക് ഒരുവൻ കടന്നു വന്നു കഴിഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ നീ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയുമുള്ള സകല പാപങ്ങളെയും ക്രിസ്തുയേശുവിലൂടെ അവൻ ക്ഷമിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അനുദിന ജീവിതത്തിൽ പാപത്തിൽ വീഴാതെ വണ്ണം നാം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് അവിടുത്തോടുള്ള സ്നേഹത്തിൽ നാം ജീവിക്കുമ്പോൾ, അഥവാ നാം കാൽ വഴുതി വീണ് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തം നമ്മളെ കഴുകുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലുണ്ട്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ വല്ല വിധേനയെങ്കിലും പാപം ചെയ്തുവെങ്കിൽ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സകല ലോകത്തിനും വേണ്ടി. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ സഹോദര, സഹോദരി? an eternal covenant I have with God. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എനിക്കൊരിക്കലും പാപത്തിലേക്ക് വീഴുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഹല്ലേലൂയ. അതിങ്ങനെയാ. നമ്മൾ ഇന്ന് നടന്നു പോകുമ്പോൾ പ്രായമുള്ള നമുക്ക് ആർക്കും വീഴുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് നമ്മൾ വീഴാതിരിക്കുന്നുണ്ടോ? അറിയാതെ കാല് തെറ്റി വീണു പോയേക്കാം. ഈ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സ്റ്റംബിൾ ചെയ്തേക്കാം, സ്ലിപ്പ് ഓഫ് ചെയ്തേക്കാം. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി ആർ ഫോളിങ് knowingly. No, we just slipped off. അതാണ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സംഭവിക്കാവും. We may get slipped off, but we try. നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ, ഇവിടെയൊക്കെ തെറ്റി സ്ലിപ്പറി ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ എത്ര കെയർഫുൾ ആയിരിക്കും വീഴാതിരിക്കാൻ തക്കവണ്ണം, അല്ലേ? എന്തോ തെരനും പിടിച്ചു പോകും, അല്ലെങ്കിൽ ആരോടേലും പറയും എൻ്റെ കയ്യിലൊന്ന് പിടിക്കാൻ പറയും. എന്തിനാ? none of us love to fall. No one wants to fall. നമുക്ക് ആർക്കും വീഴുന്നത് ഇഷ്ടമല്ല, വീഴാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ക്രിസ്തീയ ജീവിതം. വീഴാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻ കേസ് ഞാൻ വീണുപോയെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. ഞാൻ വീണുപോയി കർത്താവ് എന്ന് വെച്ച് സന്തോഷിക്കുകയല്ല, നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധി. ഞാൻ വീണ്ടും കർത്താവേ അങ്ങേ വേദനിപ്പിച്ചല്ലോ. ഹല്ലേലൂയ. ഇതാണ് കംപ്ലീറ്റ് ഫോർഗിവ്നെസ്. കംപ്ലീറ്റ്. ഇവിടെ ഇരിക്കുന്ന ആർക്കും നിരുത്സാഹപ്പെടേണ്ട കാര്യമില്ല. ഈ വചനം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, കഴിഞ്ഞ കാലത്തിലെ പാപത്തിന്റെ കൂനയിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ, ഉറങ്ങുവാൻ കഴിയാതെ, ഒരല്പസമയം സമാധാനത്തോടെ ഇരിക്കുവാൻ കഴിയാതെ പാപം നിന്നെ കാർന്നു തിന്നുന്നെങ്കിൽ, കഴിഞ്ഞ കാലത്തിലെ പാപത്തിന്റെ ഭാരം നിന്റെ ഹൃദയത്തെ സമ്മർദ്ദത്തിലാക്കുന്നുവെങ്കിൽ, ഇന്നത്തെ രാത്രികാലം ഈ വചനം കേൾക്കുക. നിന്റെ സകല പാപങ്ങൾക്കും വേണ്ടിയാ കർത്താവ് മരിച്ചത്, യേശു മരിച്ചത്. അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന് നിന്റെ ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇട്ടുകൊടുത്താൽ, ഏൽപ്പിച്ചു കൊടുത്താൽ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു, അവസാനത്തെ വാക്യങ്ങളിൽ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഏത് ഭാരങ്ങളും ഏൽക്കുവാൻ തക്കവണ്ണം ഹിസ് ഷോൾഡേഴ്സ് ആർ സോ സ്ട്രോങ് ടു ക്യാരി എനി ഹെവി വെയ്റ്റ് ഓഫ് സിൻസ് ഫ്രം എനിബഡി. പെട്ടെന്ന് അടുത്ത 2 പോയിന്റോട് പറഞ്ഞ് നിർത്തുവാനായിട്ട്, 5 മിനിറ്റ് കൊണ്ട് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്പർ 4, ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പഴയ നിയമത്തിൽ അതില്ലായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നു. കർത്താവ് പറഞ്ഞു, ഇത് പുതിയ നിയമത്തിലുള്ള, എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമം എന്ന് പറയുമ്പോൾ, ഈ പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത ഇതാണ്, ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സാക്ഷാൽ ദൈവമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പ്രൈസ് ഗാഡ്. നമ്മൾ മുമ്പേ വായിച്ചതുപോലെ 36:27 എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36:27 മനോഹരമായ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ച്, അല്ലെങ്കിൽ ഞാൻ വായിക്കും. ആ ആ ആ
അതിന് ആദ്യത്തെ വാക്കും കൂടെ 26 വാക്കും കൂടെ നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നമ്മൾ നടക്കുമെന്നല്ല, കർത്താവ് നമ്മളെ നടത്തുമെന്ന്. എന്തുകൊണ്ട്? അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ, സർവശക്തനായ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് തന്റെ ആത്മാവിനാൽ വസിക്കുമ്പോൾ ഈ ആത്മാവ് നമ്മളെ നടത്തുമെന്ന്. അതാത് സമയങ്ങളിൽ നമുക്ക് തരേണ്ട ആലോചനകൾ മുമ്പേ പറഞ്ഞു. ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലാക്കുമെന്ന്. ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അവൻ എഴുതിയ ന്യായപ്രമാണം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ വരും. അനുദിന ജീവിതത്തിൽ, അനുനിമിഷ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് തന്റെ പ്രമാണങ്ങളെ നമുക്ക് അറിയിച്ചു തന്ന് നമ്മളെ തന്റെ ചട്ടങ്ങളിൽ നടത്തുമാറാക്കും. വാട്ട് ആൻ അമേസിംഗ് പ്രിവിലേജ് ടു ബി ഇൻ ദി ന്യൂ കവനന്റ്. ഞാൻ വേഗം പറഞ്ഞു നിർത്തുകയാണ്. I will put my spirit within you and cause you to walk in my statutes. എൻ്റെ ന്യായപ്രമാണത്തിൽ ഞാൻ നിങ്ങളെ നടത്തുമെന്ന്. പഴയ നിയമത്തിൽ ഇതുണ്ടോ? ഇല്ല. പഴയ നിയമത്തിൽ ഒരു വ്യക്തിയുടെയും അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ലായിരുന്നു. ഒക്കേഷണലി ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വരുമായിരുന്നു ഫോർ ഡൂയിങ് സർട്ടൻ തിങ്സ്. നമുക്കറിയാം, ദാവീദിന്റെ മേൽ ആത്മാവ് വന്നതായിട്ട് കാണുന്നുണ്ട്, സാംസന്റെ മേൽ ആത്മാവ് വന്നതായിട്ട് കാണുന്നുണ്ട്, ഗിദെയോന്റെ മേൽ വന്നതായിട്ട് കാണുന്നുണ്ട്. ഒക്കേഷണലി പ്രവാചകന്മാരുടെ മേൽ അവൻ തന്റെ ആത്മാവിനെ പകർന്നിട്ട് അവരിലൂടെ താൻ പ്രവചിക്കുന്നുണ്ട്. പക്ഷെ ആരുടെയും ഉള്ളിൽ കർത്താവിൻ്റെ ആത്മാവ് വസിച്ചില്ല. നമുക്കറിയാം, 1 കൊരിന്ത്യർ 6:19 പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാക്കി തീർത്തു. എന്തുകൊണ്ടാണ് യെരൂശലേമിലെ ദൈവത്തിന്റെ ആലയം എന്ന് വിളിച്ചത്? യെരൂശലേമിലെ ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടമുണ്ട്, ഷക്കീന ഇറങ്ങി വരുന്നിടമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ടാണ് അതിനെ ദൈവത്തിന്റെ ആലയം എന്ന് വിളിച്ചത്. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, 6-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 6:19 വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ബിക്കോസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് ഡ്വെല്ലിംഗ് ഇൻ യു. ദൈവം നിന്നിൽ വസിക്കുന്നു. പുതിയ നിയമത്തിന്റെ പ്രത്യേകതയാണ്, എന്നിലും നിങ്ങളിലും ദൈവം വസിക്കുന്നു. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ. ദ ഫൈനൽ പോയിന്റ്, ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ദിസ്: ഇറ്റ് ഈസ് ഗ്രേസ് ബേസ്ഡ്, നോട്ട് ലോ ബേസ്ഡ്. നാം ദൈവവുമായിട്ടുള്ള ബന്ധം ഗ്രേസ് ബേസ്ഡ്, കൃപയാലുള്ള ബന്ധമാണ്, ന്യായപ്രമാണത്താലുള്ള ബന്ധമല്ല. മുമ്പേ കേട്ടതുപോലെ റോമാലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സിൻ ഷാൽ ഹാവ് നോ ഡൊമിനിയൻ ഓവർ യു, യു ആർ അണ്ടർ ഗ്രേസ് നോട്ട് അണ്ടർ ദ ലോ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഈ ലോകത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല, പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയത്തില്ല, ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നമ്മുടെ മേൽ സ്വാധീനം നടത്തുവാൻ കഴിയുകയില്ല. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള പഴയ നിയമവിശ്വാസിയല്ല, പിന്നെയോ കൃപയ്ക്ക് കീഴിലുള്ള പുതിയ നിയമവിശ്വാസിയാണ്. നമ്മളിൽ കർത്താവ് വസിക്കുന്നു, നമ്മൾ കർത്താവിന്റെ മക്കളാണ്. സ്വർഗത്തിൽ പിതാവായ ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് the whole heaven is escorting us. സ്വർഗം മുഴുവനും നമുക്ക് എസ്കോർട്ട് ചെയ്ത് നമുക്ക് കാവലായിരിക്കുന്നു. കാരണം we are so special to him through the death and the resurrection of Christ the Lord. കർത്താവിന്റെ മരണ പുനരുത്ഥാനത്താൽ അവന്റെ രക്തത്തിന്റെ പങ്കാളികളായി നമ്മൾ തീർന്നത് കൊണ്ട്, അവന്റെ സഭയുടെ ഭാഗമായി നമ്മൾ തീർന്നത് കൊണ്ട്, അതിലെ പുതിയ വിശുദ്ധരായി നമ്മൾ മാറിയത് കൊണ്ട്, ഹല്ലേലൂയ, ദൈവവുമായിട്ടുള്ള ശ്രേഷ്ഠമേറിയ പിതൃപുത്രന്റെ ബന്ധത്തിലായതുകൊണ്ട്, ഹല്ലേലൂയ, ഒന്നിനും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം സാക്ഷാൽ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ് ദൈവമക്കളെ. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ഇത് പുതിയ നിയമത്തിൽ, എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ദിസ് ഈസ് ദ ന്യൂ കവനന്റ് ഇൻ മൈ ബ്ലഡ്, ദ ന്യൂ കവനന്റ് ഇൻ മൈ ബ്ലഡ്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രേഷ്ഠമേറിയ പുതിയ നിയമത്തിൻ്റെ അനുഭവത്തിലേക്ക് ആ കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളിന്ന് കേട്ടത് വചനത്തിൽ നിന്ന് കർത്താവിനുള്ള സ്നേഹം നമ്മളെ വർദ്ധിക്കട്ടെ, നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കട്ടെ, ദൈവസന്നിധിയിലുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ മാറട്ടെ. ദൈവമക്കളെ, നമ്മൾ എത്രമാത്രം പ്രിവിലേജ്ഡ് ആണെന്ന്, ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമൊന്ന് മാറട്ടെ, നമ്മുടെ കാഴ്ചപ്പാടുകളൊന്നും മാറട്ടെ. ദൈവമക്കളെ, ഹല്ലേലൂയ. എനിക്ക് ദൈവവുമായൊരു ബന്ധമുണ്ട്, എൻ്റെ പിതാവിൻ്റെ ബന്ധം, സഹോദരങ്ങളുമായിട്ട്, ദൈവസഭയിലുള്ള മറ്റ് സഹോദരങ്ങളുമായിട്ട് ബന്ധമുണ്ട്. എന്താണെന്നറിയാമോ? ഒരേ ഭവനത്തിലെ അംഗങ്ങളാണ്.
പരസ്പര സഹോദരങ്ങളാണ്. സ്വർഗത്തിലെ ഒരേ പിതാവിൻ്റെ മക്കളാണ് ഞങ്ങൾ. ക്രിസ്തുവിലൂടെയുള്ള ശ്രേഷ്ഠമേറിയ നിത്യമായ ബന്ധം, മരണം കൊണ്ട് തീരാത്ത ബന്ധം, നിത്യതയോളം നിലനിൽക്കുന്ന ബന്ധം. എത്രമാത്രം നാം പരസ്പരം സ്നേഹിക്കണം, എത്രമാത്രം നാം പരസ്പരം കരുതണം, എങ്ങനെ നമ്മൾ ഒന്നിച്ച് ഒരു ജനമായി തീരണം, ഒന്നിച്ചൊരു ജനമായി വസിച്ച് നമ്മുടെ പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം, നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തണം. ശ്രേഷ്ഠമേറിയ പുതിയ നിയമത്തിൻ്റെ അനുഭവമായി ഇന്നത്തെ രാത്രി നമ്മൾ കേട്ടത്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.